ത്രിയേക ദൈവത്തിൻ്റെ വലിതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെയും, വിശുദ്ധ ശ്ലീഹാ നോമ്പിൻ്റെ 10-ാം ദിവസത്തിൽ നാം ധ്യാനിക്കുന്നത് സഭയുടെ ഐക്യത്തെക്കുറിച്ചാണ്. കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ വ്യത്യസ്ത സ്വഭാവങ്ങളും പശ്ചാത്തലവുമുള്ളവരായി, എന്നാൽ പരിശുദ്ധാത്മാവിൽ അവർ ഒരേ ശരീരമായ സഭയായി രൂപപ്പെട്ടു. അവരുടെ ഐക്യമാണ് സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനും സഭയുടെ വളർച്ചയ്ക്കും അടിസ്ഥാനമായത്. ക്രിസ്തീയ ജീവിതം എന്നത് ഒറ്റയ്ക്കുള്ള ഒരു യാത്രയല്ല, അത് കൂട്ടായ്മയുടെ ജീവിതമാണ്. പരസ്പര സ്നേഹത്തിലും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും നാം ഒരുമിച്ച് നിലകൊള്ളുമ്പോഴാണ് സഭ തൻ്റെ യഥാർത്ഥ സൗന്ദര്യം വെളിപ്പെടുത്തുന്നത്. ഇന്നത്തെ ലോകം വിഭജനങ്ങളുടെയും അകൽച്ചകളുടെയും നടുവിൽ നിൽക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഐക്യത്തിൻ്റെ സാക്ഷികളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അഹങ്കാരവും ഭിന്നതയും മാറ്റിവെച്ച് സമാധാനവും സഹോദര സ്നേഹവും തിരഞ്ഞെടുക്കുവാൻ നമുക്ക് അഭ്യസിക്കാം. ഈ നോമ്പ് ദിവസം നമ്മുടെ കുടുംബങ്ങൾക്കും ഇടവകകൾക്കും സമൂഹത്തിനും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അപ്പോസ്തലന്മാരുടെ ആത്മാവ് നമ്മെ ഒരുമയിലേക്കും വിശുദ്ധിയിലേക്കും വിശുദ്ധമായ കൂട്ടായ്മയിലേക്കും നയിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ഒരേ ശരീരവും ഒരേ ആത്മാവുമായി ജീവിക്കുവാൻ നമുക്ക് കൃപ ലഭിക്കുമാറാകട്ടെ.